ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ട് നമുക്ക് നേന്ത്രപ്പഴം വെച്ചിട്ട് ഒരു അടാറായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. നല്ല കിഡിലും ടേസ്റ്റിൽ നമുക്ക് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകാം. ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടായി വെൽറ്റായി കിടക്കുന്ന നെയ്യിലേക്ക് നേന്ത്രപ്പഴം റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു ബ്രൗൺ കളർ ആവണ വരെ നമുക്ക് ഇതൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. കളറൊക്കെ മാറി ഒരു ഗോൾഡൻ ഷെയ്ഡിലേക്ക് വന്നിട്ടോ. ഗോൾഡൻ ഇതുപോലെയാണ് വേണ്ടത്. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് ശർക്കര ചെറുതാക്കി ചിരകിയത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1/4 കപ്പ് തന്നെ തേങ്ങ ചിരകിയതും ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂണ് ഏലക്ക പൊടിച്ചത് കേട്ടോ. ഇതുമ്പാട്ടിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ആക്കി എടുക്കാം. ബൗളിലേക്ക് ഒഴിക്കാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് തണുത്ത കുറച്ച് ഐസ്ക്രീം മുമ്പാടെ ഒഴിച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് നോക്കാട്ടോ എങ്ങനെ ഉണ്ട് എന്നുള്ളത് ടേസ്റ്റ്. ഞാനും ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കണേ. അപ്പം നമുക്കൊന്ന് നോക്കാം. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. നോണ പറയില്ല. കാരണം ആ ചൂടിലെ നേന്ത്രപ്പഴത്ത് കൂടി ആ തണുത്ത ഐസ്ക്രീമും കൂടെ ചെന്നിട്ട് അത് കഴിക്കുമ്പോഴല്ലോ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്യണം. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ സാധനങ്ങൾ വെച്ചത്. അപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോഴൊക്കെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഇതാണ്. ഇനിയിപ്പോൾ ഈ ശർക്കരയ്ക്ക് പകരം തേൻ വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. അങ്ങനെ ഇതുണ്ടാക്കാം. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതുപുത്തൻ വീഡിയോസ് മൂലം ഞാൻ ഇനിയും വരാം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.